ഹായ് കുട്ടികളെ, മാതാപിതാക്കളെ, കീം എഞ്ചിനീയറിംഗ് എൻട്രൻസ് 2024 ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് 27 മാർക്കുകൾ കുറയുകയും CBSE കുട്ടികൾക്ക് 8 മാർക്കുകൾ അഡീഷണലായിട്ട് കൂട്ടി കൊടുക്കുകയും ചെയ്തതായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പച്ചയായ പരമാർത്ഥം തന്നെയാണ്. +2-ൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് അനാവശ്യമായി മാർക്ക് വാരിക്കോരി കൊടുത്തതിൻ്റെ തെളിവുകൾ നമ്മൾക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വീഡിയോ. ഇത്തവണ കീം എഞ്ചിനീയറിംഗ് എൻട്രൻസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിംഗിലേക്ക് ഒരു ഫ്രീ ഗൈഡൻസ് ഞാൻ എൻ്റെ വാട്സപ്പ് ബിസിനസ് ഗ്രൂപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ നിങ്ങളെ എൻ്റെ വാട്സപ്പ് ബിസിനസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. നല്ല കോളേജുകളും കോഴ്സുകളും കൗൺസിലിംഗിൽ തിരഞ്ഞെടുക്കുവാനായിട്ടും പ്രയോറിറ്റി ലിസ്റ്റ് മേക്ക് ചെയ്യുവാനായിട്ടും ഞാൻ നിങ്ങൾക്ക് എല്ലാ ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനാൽ തന്നെ എല്ലാവരും ഇപ്പോൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. ഇനി നമുക്ക് വീഡിയോയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യമാണ് 2011-ൽ കേരള സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയ എൻട്രൻസ് കമ്മീഷണറേറ്റ് എൻട്രൻസ് എക്സാമുകളിൽ നടപ്പാക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം 600 മാർക്കിൻ്റെ എക്സാമിനേഷനിൽ 300 മാർക്ക് എൻട്രൻസ് എക്സാമിനും 300 മാർക്ക് കുട്ടികൾ +2-ൽ എടുത്ത മാർക്കിൻ്റെ വെയിറ്റേജുമാണ് റാങ്ക് ലിസ്റ്റ് മേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ 12ാം ക്ലാസ് എന്ന് പറയുമ്പോൾ പല സിലബസുകളിൽ പഠിച്ച കുട്ടികളാണ് എൻട്രൻസ് എക്സാമിലേക്ക് വരുന്നത്. അതിനാൽ തന്നെ ഈ സിലബസുകളുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സ്റ്റാൻഡേർഡ് മീനും ആണ് ഈ ഇക്വേഷനിൽ ഇവരുടെ മാർക്കുകൾ വിവിധ സിലബസുകളിൽ പഠിച്ച കുട്ടികളുടെ അല്ലെങ്കിൽ വിവിധ ബോർഡുകളിൽ പഠിച്ച കുട്ടികളുടെ മാർക്ക് ഏകീകരിക്കുവാനായിട്ട് എൻട്രൻസ് കമ്മീഷണറേറ്റ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ വരുന്ന വർഷങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്ന, അതായത് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 12ാം ക്ലാസ്സിൽ ഉദാരമായ മാർക്ക് ഡീലാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഉദാരമായ മാർക്ക് ഡീലുമായി ബന്ധപ്പെട്ട് ഇത്തവണ പബ്ലിഷ് ചെയ്ത ആൻസർ കീയിൽ തന്നെ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായില്ല. വെറുതെ കുട്ടികൾക്ക് മാർക്കിട്ട് കൊടുക്കുകയും പഠിക്കാത്ത കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും പഠിക്കുന്ന കുട്ടികളുടെ ഭാവി ഇതുപോലെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് വരുമ്പോൾ നശിപ്പിക്കുകയുമാണ് നമ്മുടെ ഹയർ സെക്കൻഡറി ബോർഡ് വർഷാവർഷം ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. 2011-ൽ ഏകദേശം സ്റ്റേറ്റ് സിലബസിൻ്റെ സ്റ്റാൻഡേർഡും CBSEയുടെ സ്റ്റാൻഡേർഡും ഒരേപോലെ നിന്നതിനാൽ ആ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് പ്രയോജനമുണ്ടായി. എന്നാൽ 2021 കോവിഡിന് ശേഷം ഏകദേശം 53 മാർക്കുകളാണ് 2021-ൽ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടത്. അത് ഇപ്പോൾ ഈ വർഷം 27 മാർക്കുകളായി എത്തി നിൽക്കുന്നു. അനാവശ്യമായി മാർക്കിട്ട് കൊടുത്തിട്ട് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ മാർക്കുകളുടെ ആവറേജ് മീൻ വലിയ ഉയർന്ന നിലവാരത്തിലാണ് നിൽക്കുന്നത്. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ PCM മാർക്കുകൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ അവരെടുക്കുന്ന മാർക്കുകളുടെ സ്റ്റാൻഡർഡൈസ്ഡ് മാർക്കാണ് എൻട്രൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് മേക്ക് ചെയ്യുന്നതിലേക്കായിട്ട് എൻട്രൻസ് കമ്മീഷണർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തവണ സ്റ്റേറ്റ് സിലബസിലെയും CBSE സിലബസിലെയും കുട്ടികളുടെ മാർക്കുകളുടെ മീനുകൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത്തവണ ഫിസിക്സിൽ അത് 75.86, അതായത് സ്റ്റേറ്റ് സിലബസുകാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫിസിക്സിൽ 75.86, കെമിസ്ട്രിയിൽ 76.19, അതുപോലെ തന്നെ മാത്സിൽ 74.88. അപ്പോൾ ഏകദേശം 75% അല്ലെങ്കിൽ അതിന് മുകളിലാണ് നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളുടെ ആവറേജ് നിൽക്കുന്നത്. അതേസമയം CBSE വിദ്യാർത്ഥികളുടെ മാർക്കിൻ്റെ ആവറേജ് നിൽക്കുന്നത് ഫിസിക്സിന് 66.01, അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ 68.33, അതുപോലെ തന്നെ മാത്സിൽ 61.05. അപ്പോൾ 60%-ഓളമാണ് CBSEക്കാരുടെ ആവറേജ് മാർക്കുകൾ വരുന്നത്. ഏകദേശം 75%-ന് മുകളിലാണ് നമ്മുടെ സ്റ്റേറ്റ് കുട്ടികളുടെ ആവറേജ് മാർക്കുകൾ വരുന്നത്. ഇനി മുഴുവൻ പരീക്ഷാ ബോർഡുകളുടെയും ആവറേജ് മാർക്കുകൾ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് 2024-ലെ എൻട്രൻസ് റാങ്ക് ലിസ്റ്റ് മേക്ക് ചെയ്യുവാനായി ആവറേജ് മീൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇത്തവണ ആവറേജ് മീൻ വന്നിരിക്കുന്നത് ഫിസിക്സിൽ 69.23, കെമിസ്ട്രിയിൽ 70.60, അതുപോലെ തന്നെ മാത്സിൽ 64.12. അപ്പോൾ ഈ ഒരു ആവറേജ് മീൻ വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ആവറേജ് മീനുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ മാർക്ക് ലെവൽ വളരെ വലിയ രീതിയിലാണ്. അതിനാൽ തന്നെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് മാർക്ക് കുറയ്ക്കുകയും CBSEക്കാർക്ക് കൂടുതൽ മാർക്ക് കൊടുക്കുകയും അല്ലാതെ എൻട്രൻസ് കമ്മീഷണറിന് ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് വേറെ ഒരു മാർഗവും അവലംബിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അങ്ങനെ മാർക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് 27 മാർക്ക് നഷ്ടപ്പെടുകയും CBSEയിൽ പഠിച്ച കുട്ടികൾക്ക് 8 മാർക്ക് കൂടുതലായി ലഭിക്കുകയും ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് പല പേരൻസും ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിൽ കമൻറ്റ് ചെയ്യുന്നതായി കണ്ടു. ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഞങ്ങൾക്ക് പറ്റാനുള്ള അബദ്ധമെല്ലാം പറ്റിയല്ലോ, ഇനി ഇത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്താണ് കാര്യമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത്തവണ എൻട്രൻസ് എഴുതാനായിട്ട് തയ്യാറെടുത്ത കുട്ടികളും
അവരെ തയ്യാറെടുപ്പിച്ച പേരൻസും ഇതുപോലെയുള്ള വീഡിയോസ് 2021 മുതൽ കാണാഞ്ഞതുകൊണ്ടാണ് 2024 ഈ ഒരു ചതി നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും പറ്റിയത്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോസ് ചെയ്യുന്നത് ഇപ്പോൾ എൻട്രൻസ് എഴുതി അബദ്ധം പറ്റിയവർക്ക് വേണ്ടിയിട്ടോ അവരുടെ പേരൻസിന് വേണ്ടിയിട്ടല്ല. ഈ വീഡിയോ ഇപ്പോൾ 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ 11ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ എങ്കിലും പഠിക്കുന്ന കുട്ടികളും അവരുടെ പേരൻസും കണ്ട് അവർ ഈ സത്യാവസ്ഥ മനസ്സിലാക്കി അവർക്കെങ്കിലും വരും വർഷങ്ങളിൽ ഈ മണ്ടത്തരം പറ്റാതിരിക്കുന്നതിലേക്കാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പേരൻസ് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടികളെ എൻട്രൻസ് എക്സാമിലേക്ക് എഴുതിക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ, എൻട്രൻസ് എക്സാം എഴുതണം എന്നൊരാഗ്രഹം അവർക്കുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ കുട്ടികൾക്ക് വന്ന് അവർ റാങ്ക് ലിസ്റ്റിൽ പിന്നോട്ട് പോയതിന് ശേഷം പിന്നീട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പരിഹരിക്കുന്നതിലേക്കായിട്ട് സർക്കാരിനോട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിദ്യാഭ്യാസ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് SSLC അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി അതുമായിട്ട് ബന്ധപ്പെട്ട മൂല്യനിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പുതിയ നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അപ്പോൾ അത് ഫലപ്രദമായി പഠിച്ച് അതിൽ വരുത്തേണ്ട തിരുത്തലുകൾ വരുത്തി നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെങ്കിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലെ അബദ്ധങ്ങൾ വരാത്ത രീതിയിൽ ആ കുട്ടികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതുകൂടാതെ തന്നെ ഈ എൻട്രൻസ് കമ്മീഷണർ സ്റ്റാൻഡർഡൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഫോർമുല 2011 വിദഗ്ധ സമിതി ശുപാർശ ചെയ്ത ഫോർമുലയാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പോൾ 13 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 2025 പുതിയൊരു വിദഗ്ധ സമിതിയെ വെച്ച് പുതിയ ഒരു സ്റ്റാൻഡേർഡ് മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബേസ്ഡ് ഫോർമുലേറ്റ് ചെയ്യേണ്ടതും അടുത്ത വർഷം മുതലെങ്കിലും സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ വലിയ ചതി സംഭവിക്കാതിരിക്കാനായിട്ട് സർക്കാരും സർക്കാരിൻ്റെ സംവിധാനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തവണത്തെ 2024 എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് എന്തായാലും പബ്ലിഷ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ റാങ്കുകൾ അറിയാവുന്നതാണ്. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രൊഫൈലിൽ കറക്ഷൻസ് ഉണ്ട് എങ്കിൽ ആ കറക്ഷൻസ് ആണ് ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ വരുത്തേണ്ടത്. ഉടൻ തന്നെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട ഡേറ്റുകൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൗൺസിലിങ്ങിലേക്കും നല്ല കോളേജുകളും ബ്രാഞ്ചുകളും തിരഞ്ഞെടുക്കുന്നതിലേക്കുമായിട്ട് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ എനിക്ക് ഈ ചാനൽ വഴി നിങ്ങൾക്ക് ചെയ്തു തരാനായിട്ട് സാധിക്കുന്നതാണ്. ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ ഫലപ്രദമാണെന്നും പ്രയോജനപ്രദമാണെന്നും നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും ഇതിനോട് ചേർന്ന അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യാവുന്നതുമാണ്.